ഒരു പുരാതന പള്ളിയുടെ ഉള്ളിൽ ഒരു കാൽപ്പാട് കാണുന്നു. ആ കാൽപ്പാടിൻ്റെ ഉടമസ്ഥനാര്? മനുഷ്യനല്ല, പിശാചാണെന്ന് പറയുന്നു. മ്യൂണിക്കിലെ ഏറ്റവും വലിയ പള്ളിയാണിത്, ഫ്രോയൻകെർച്ച്. ചർച്ച് ഓഫ് അവർ ലേഡി എന്നർത്ഥം വരുന്ന ഒരു ജർമ്മൻ പദം. ഫ്രോയൻ എന്നാൽ വിമൻ, കെർച്ച് എന്നാൽ ചർച്ച് എന്നർത്ഥം. എന്നാൽ ഈ ചർച്ച് ഓഫ് അവർ ലേഡിക്ക് വേറൊരു പേരും കൂടിയുണ്ട്, ദ ചർച്ച് വിത്ത് ഡെവിൾസ് ഫുട്പ്രിന്റ്. എങ്ങനെയാണ് പിശാചിൻ്റെ കാൽപ്പാട് ഈ പള്ളിക്കുള്ളിൽ പതിഞ്ഞത്? ചരിത്രം പറയുന്നത് ഒരു അന്ധകാരം നിറച്ച കരാറിൻ്റെ കഥയാണ്. അതെ, പിശാചും ഈ പള്ളി നിർമ്മിച്ച ശില്പിയും തമ്മിലുള്ള കരാറിൻ്റെ കഥ. 15-ാം നൂറ്റാണ്ടിലാണ് മ്യൂണിക്കിലെ വാസ്തുശില്പിയും പ്രധാന നിർമ്മാതാവുമായ ജോർഗ് വോൺ ഹാൽസ്ബാഗ് ഈ ഗോഫിക് കത്തീഡ്രൽ നിർമ്മിക്കുന്നത്. ഫ്രോയൻകെർച്ച് കത്തീഡ്രൽ മ്യൂണിക് അതിരൂപതയുടെ ആസ്ഥാനം. ഔദ്യോഗികമായി ഇതിനെ സു ഉൻസെറൽ ലീബൻ ഫ്രോ, ദ ചർച്ച് ഓഫ് അവർ ഡിയർ ലേഡി എന്നറിയപ്പെടുന്നു. ഈ പള്ളിയുടെ നിർമ്മാണ സമയത്ത് പ്രദേശത്ത് കല്ലുകാറുകളുടെ അഭാവം കാരണം പണം ലാഭിക്കാൻ ഇഷ്ടിക ഉപയോഗിച്ചാണ് ഈ കെട്ടിടം നിർമ്മിച്ചത്. 2 ഗോപുരങ്ങളുടെ മുകൾ ഭാഗം ഒഴികെ 20 വർഷത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ശേഷം 1488-ൽ കെട്ടിടം പൂർത്തിയായി. 2ാം ലോക മഹായുദ്ധത്തിലെ വ്യോമാക്രമണങ്ങളിൽ കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചതിന് ശേഷം 1948-നും 1955-നും ഇടയിൽ ഫ്രോയൻകെർച്ചിനെ ലളിതമായ രൂപകൽപ്പനയും കുറഞ്ഞ അലങ്കാരങ്ങളോടും കൂടി പുനർനിർമ്മിച്ചു. ഈ ചരിത്രപ്രധാനമായ പള്ളിയിൽ എങ്ങനെയാണ് പിശാചിൻ്റെ കാൽപ്പാടുകൾ പതിഞ്ഞത്? പിശാച് തന്നെ പ്രധാന പള്ളിയുടെ പ്രവേശന കവാടത്തിൽ ഒരു കാൽപ്പാട് അവശേഷിപ്പിച്ചതായി പറയപ്പെടുന്നു. പല കെട്ടുകഥകളെയും പോലെ ട്യൂഫെൽസ്ട്രിക്റ്റ് അക്ഷരാർത്ഥത്തിൽ പിശാചിൻ്റെ കാൽപ്പാട് എങ്ങനെ ഉണ്ടായി എന്നതിന് നിരവധി വ്യാഖ്യാനങ്ങളുണ്ട്. അതിലൊന്നിങ്ങനെയാണ്: 15-ാം നൂറ്റാണ്ടിൽ ഈ പള്ളി പണിയുമ്പോൾ വലിയൊരു വെല്ലുവിളിയായിരുന്നു അതിൻ്റെ സാമ്പത്തികം. ധനസഹായം വളരെ കുറച്ച് മാത്രമേ ലഭിച്ചുള്ളൂ. ആ സമയത്താണ് ശില്പിയായ ജോർഗിനെ തേടി അസാധാരണനായ ഒരു സന്ദർശകൻ എത്തുന്നത്. അത് വേറാരുമല്ല, പിശാച് തന്നെ. ഫ്രോയൻകെർച്ചിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ സമയത്ത് പിശാച് ആ പള്ളിയുടെ ചുറ്റും പതിയെ നടന്നു. ദൈവത്തിൻ്റെ പേരിൽ മറ്റൊരു കെട്ടിടം കൂടി ഉയരുന്നത് കണ്ട് അതിന് ദേഷ്യം തോന്നി. അങ്ങനെ ആ അന്ധകാരത്തിൻ്റെ ശക്തി ശില്പിയായ ജോർഗിനോട് ഒരു വ്യവസ്ഥ മുന്നോട്ട് വെച്ചു: ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ മുഴുവൻ സാമ്പത്തിക സഹായവും ഞാൻ നൽകാം. പകരം ഒരു തരി വെളിച്ചം പോലും കയറാതെ, ഒരു ജനാലകൾ പോലും ഇല്ലാതെ ഈ കെട്ടിടത്തെ പണി കഴിപ്പിക്കണം. അവിടെ അന്ധകാരം നിറഞ്ഞു നിൽക്കണം. പള്ളിയുടെ നിർമ്മാണത്തിന് സാമ്പത്തിക സഹായം അത്യാവശ്യമായിരുന്നതുകൊണ്ട് ജോർഗ് പിശാചിൻ്റെ ഈ വ്യവസ്ഥ അംഗീകരിച്ച് കരാറിൽ ഏർപ്പെട്ടു. അങ്ങനെ പിശാചിൻ്റെ സഹായത്തോടു കൂടി ജോർഗ് ഈ പള്ളിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. ഫ്രോയൻകെർച്ചിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനിച്ചപ്പോൾ പിശാച് വീണ്ടും ആ പള്ളിക്ക് ചുറ്റും പതിയെ നടന്നു. പ്രവേശന ഹാളിൽ പള്ളിയിൽ ഒരു ജനാല പോലും ഇല്ലെന്ന് അവൻ ശ്രദ്ധിച്ചു. നിർമ്മാതാവിൻ്റെ മണ്ടത്തരത്തിൽ അവൻ ഉറക്കെ ചിരിച്ചു. സന്തോഷത്തിൽ അവൻ തുള്ളിച്ചാടി. എന്നാൽ അപ്പോഴാണ് ആ പള്ളിയിൽ ജനാലകളുണ്ടെന്ന് അവൻ ശ്രദ്ധിച്ചത്. വലിയ തൂണുകളും പഴയ ഗോഫിക് ഉയർന്ന ബലിപീഠവും അവയെ മറച്ചിരിക്കുകയായിരുന്നു. കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ അവൻ ദേഷ്യത്തിൽ അവൻ്റെ കാൽപ്പാടുകൾ അവിടെ ആഞ്ഞു പതിപ്പിച്ചു. വലിയൊരു കൊടുങ്കാറ്റായി രൂപപ്പെട്ട് പള്ളി തകർക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഇന്നും ഫ്രോയൻകെർച്ചിൻ്റെ ചുറ്റുമുള്ള തെരുവുകളിൽ അവൻ്റെ കാറ്റ് അനുഭവിക്കാൻ കഴിയുമെന്ന് പറയപ്പെടുന്നു. ഇങ്ങനെയാണ് പിശാചിൻ്റെ ഈ കാൽപ്പാട് പള്ളിയുടെ പ്രവേശന കവാടത്തിൽ രൂപപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നത്. ഇന്ന് ആ കറുത്ത കാൽപ്പാട് പള്ളിയിൽ മെച്ചപ്പെട്ട രീതിയിൽ പ്രദർശിപ്പിക്കപ്പെടുന്നു. അവിടെ ജോലി ചെയ്യുന്നവർ, ഗൈഡുകൾ, ടൂറിസ്റ്റുകൾ എല്ലാവരും അതിനെ കാണിക്കാൻ ഉത്സാഹിക്കുന്നു. എങ്കിലും ഈ കഥയുടെ ഉത്ഭവത്തെ സംബന്ധിച്ച് സംശയങ്ങളുണ്ട്. പള്ളിയുടെ അറ്റത്തുള്ള ഒരു വലിയ ജാലകം അതന്ന് ഗോഫിക് ആൾട്ടറിനാൽ മറക്കപ്പെട്ടിരുന്നതാണ്. അപ്പോഴായിരിക്കും ഈ പൗരാണിക കഥ ജനിച്ചതെന്ന് കരുതപ്പെടുന്നു. ഈ കാൽപ്പാടിൻ്റെ യാഥാർത്ഥ്യം ഒരു പ്രകൃതി രഹസ്യമാണോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. കാൽപ്പാട് പതിഞ്ഞ ടൈൽ പള്ളിയിലെ മറ്റ് ടൈലുകളുമായി പൊരുത്തപ്പെട്ടിരുന്നില്ല. പള്ളിയിൽ കാലാനുസൃതമായി നിരവധി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നു. ആകയാൽ കാൽപ്പാട് ആദ്യമായി എപ്പോഴാണ് പ്രത്യക്ഷപ്പെട്ടതെന്ന് ഇന്നും വെളിപ്പെടാത്തൊരു രഹസ്യമായി അവശേഷിക്കുന്നു. എല്ലാ സംശയങ്ങൾക്കും അപ്പുറം ഫ്രോയൻകെർച്ചിലെ ആ പിശാചിൻ്റെ കാൽപ്പാട് തീർത്തും ഒരു ആകർഷണമായി തുടരുന്നു. ആ ഗാഥയിൽ വിശ്വസിക്കുന്ന തീർത്ഥാടകരെയും ചരിത്രത്തിൽ അത്ഭുതം കാണുന്ന സന്ദർശകരെയും അതത് വഴിയിൽ ആകർഷിക്കുന്നു.
ഇത് ശുദ്ധമായ വിശ്വാസമാണോ, അതോ ചതിയിലൂടെ പിശാചിനെ തോൽപ്പിച്ച ഒരു മനുഷ്യന്റെ വിജയമോ? ഫ്രോയൻകിർച്ചിലെ കറുത്ത കാൽപ്പാട് ഇന്നും നമ്മെ അതിൻ്റെ പേരിൽ ആലോചിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള രഹസ്യങ്ങളും നിഗൂഢതകളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.